ഓൾഡ് ഈസ് ഗോൾഡ് അങ്ങനെ പറയാമല്ലോ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഗംഗേനെയും ഒക്കെ കാണാൻ പറ്റി. പേര് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു മണിച്ചിത്ര താഴെന്ന് പറഞ്ഞാൽ താഴെന്ന് പറയുമ്പോഴത്തേക്കും പൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മണി എന്ന് പറയുമ്പോൾ എന്താണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ടി വിയിൽ കുറേ കണ്ടതാണ്, അത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കൊള്ളായിരുന്നു. അതെ, ഗംഗേനെയും ഒക്കെ കാണാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഓൾഡ് ഈസ് ഗോൾഡ് അങ്ങനെ പറയാമല്ലോ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തന്നെയാണ് പറയാനുള്ളത്. നല്ലതായിരുന്നു. ഇത് മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ളൊരു സിനിമ തന്നെയാണ് ഈ മണിച്ചിത്ര താഴെന്ന് പറയുന്നത്. ഈ പേര് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു മണിച്ചിത്ര താഴെന്ന് പറഞ്ഞാൽ താഴെന്ന് പറയുമ്പോഴത്തേക്കും പൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മണി എന്ന് പറയുമ്പോൾ എന്താണ്, ഇനി മണിയുള്ള പൂട്ടാണോ എന്നൊക്കെ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ പല ചിന്തകൾ എനിക്കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് സിനിമയുടെ ഒരു വാതിലേക്ക് വരുന്ന ഒരു താഴിട്ട് പൂട്ടുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത്. പിന്നെ സിനിമയിൽ നമ്മുടെ ഇന്നത്തെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന മാം ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഇവരെ കൂടാതെ തന്നെ മലയാള സിനിമകളിലെ മറ്റു താരങ്ങളായ ഇപ്പം നിലനിൽക്കുന്ന KPC ലളിത, ഇന്നസെൻറ്റ്, കുതിരവട്ടം പപ്പു, പിന്നെ അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ, ഇവരൊക്കെ എന്തുകൊണ്ട് മലയാള സിനിമയുടെ മുതൽക്കൂട്ടാണെന്ന് ഈ സിനിമയിലൂടെ അവർ ഉറപ്പിക്കുകയാണ്. പിന്നെ അവരെ കൂടാതെ തന്നെ കന്നഡ താരങ്ങൾ 2 പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവർക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയ റോളാണുള്ളത്. ഒന്ന് നമ്മുടെ വിനയപ്രസാദ്, പിന്നെ ഒരു നർത്തകനും നടനും കൂടെ ആയ ഒരു ശ്രീധർ എന്നുള്ളൊരു വ്യക്തി. അദ്ദേഹം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് സ്ക്രീനിൽ കാണുന്നത്. അപ്പം അദ്ദേഹം ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇത് ഏത് ജോണറിൽ പെടുത്താമെന്ന് എനിക്കിപ്പോഴും ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നായിരിക്കും നമുക്ക് പറയാൻ ഒരുപക്ഷെ നമ്മൾ ഈ സിനിമയെ പറ്റി പറയാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലായിരിക്കും നമുക്ക് പെടുത്താൻ സാധിക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായിപ്പോൾ, കാരണം ഇത് ഒരു സൂപ്പർ നാച്ചുറൽ പവറാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലുള്ള ഇതാണോ, അങ്ങനെ വളരെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു നിഗൂഢതകളിലൂടെയാണ് ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത്. പ്രേക്ഷകൻ അത്രത്തോളം എൻഗേജ് ചെയ്ത് ഒരു സീറ്റിൽ പിടിച്ചിരുത്തുന്ന ഒരു രീതിയിലാണ്. എന്തായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്, എന്തായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ്, ശരിക്കും ഒരു പ്രേതബാധയാണോ അതോ അല്ലെങ്കിലും വേറെ എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വാർത്ഥ ലാഭങ്ങൾ കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ നമ്മൾ ആരെങ്കിലും ആ പ്രദേശത്തേക്ക് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് നമ്മളെ പഴയ ആഭരണങ്ങളും ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കാനോ, ചിലപ്പോൾ അത് കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യുന്നതാണോ, ഇങ്ങനെ പല ചിന്തകളോടെയാണ് എൻ്റെ മനസ്സ് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കടന്നു പോയത്. ഇതിൻ്റെ പാട്ടുകൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഓരോ പാട്ടുകളും അത്രത്തോളം മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഒരു പാട്ട് നല്ല കവിത പോലെയൊക്കെ എനിക്ക് തോന്നി. സിനിമാ പാട്ടുള്ള ഒരു കവിത ഒരു ഈണത്തിൽ ചൊല്ലുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിലൊരു ഹൈലൈറ്റായിട്ട് പറയുന്നത് ശോഭന മാമിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. അത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു കാര്യമെന്ന് പറഞ്ഞു. കാരണം ഒരു ക്യാരക്ടറിൽ നിന്ന് വേറൊരു ക്യാരക്ടറിലേക്ക് ഒരു ചുവടുമാറ്റം നടത്തുന്നുണ്ട്. അത് തിയേറ്ററിലിരുന്ന് എല്ലാവരും ഒന്ന് ഞെട്ടിത്തെരിച്ചു പോയി. കാരണം ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെയുള്ളതൊന്നും ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സീന് കുറച്ച് ഇത് വരുന്നുണ്ട്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ മറ്റ് സിനിമകളിൽ ഒരുപക്ഷെ ഇതുപോലത്തെ ട്രാൻസ്ഫോർമേഷൻ സീനുകൾ ഒത്തിരി വരാനും ചിലപ്പം ചാൻസ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ആകാശവാണിയിൽ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാനും ചോദിക്കാനും റിക്വസ്റ്റ് വരാൻ സാധ്യതയുള്ള പാട്ടുകൾ ഇതായിരിക്കും എന്നാണ് ഞാൻ തോന്നുന്നത്. ഇനി ഈ അടുത്ത കാലത്ത് തന്നെ ചിത്രഗീതം പരിപാടിയിൽ ഇതിൻ്റെ പാട്ടുകളും കൂടെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സിനിമയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഇങ്ങനത്തെ രീതിയിലാണ് കടന്നു പോകുന്നത്. ക്ലൈമാക്സിനോട് അടുപ്പിക്കുമ്പോഴത്തേക്കും വേറൊരു പാട്ടുണ്ട്, ഒരു തമിഴ് പാട്ടാണ്. തമിഴുമുണ്ട്, അതിൻ്റെ കുറച്ച് മലയാളം ലിറിക്സും ഉണ്ട് ആ പാട്ടിനകത്തേക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ടൊരു വലിയ രീതിയിലാണ് ഈ ഒരു സിനിമ. ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ അവർ കൊണ്ട് നിർത്തിക്കുകയാണ്. അപ്പം കൂടുതൽ വീണ്ടും പറഞ്ഞ സ്പോയിലറായി, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മികച്ച എല്ലാവരുടെയും മോഹൻലാൽ അദ്ദേഹം ഒരു ഫസ്റ്റ് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കൂടുതൽ പ്രതീക്ഷിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഫസ്റ്റ് ഹാഫിലൊന്നും അദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു. ഏകദേശം ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ചാണ് അദ്ദേഹം വന്നത്. അപ്പോൾ എനിക്കൊരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സ്ക്രീനിലേക്ക് കത്തിക്കയറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യൂർക്കിയായിട്ടുള്ള ഒരു നേച്ചർ, ആ ഒരു ക്യാരക്ടർ വെച്ചാണ് അദ്ദേഹം ആ റോൾ ചെയ്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അകത്തൊക്കെ എനിക്ക് തോന്നുന്ന ഒരു മലയാള സിനിമകളിൽ തന്നെ ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടാൻ സാധ്യതയുള്ള ഒരു സിനിമ ആയിരിക്കും ഇത്. അത് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതാണ് എനിക്ക് സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം.